കഴിഞ്ഞ ദിവസം റിപ്പോർട്ടഡ് ചാനലിലൊരു കലാപം നടന്നു. വേറൊന്നുമില്ല, നമ്മളുടെയൊക്കെ സഹപ്രവർത്തകരും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ശ്രീ NP ചെക്കുട്ടിക്കെതിരെ ഒരു CPM ഹാൻഡിൽ നിന്നുള്ള ഒരാൾ, CPM അംഗമായി പങ്കെടുത്ത ഡോക്ടർ PK ഗോപൻ എന്ന് പറയുന്നൊരു സഖാവ് അദ്ദേഹത്തെ ഇസ്ലാമിക തീവ്രവാദി എന്ന് വിളിച്ചു. ചർച്ചയിൽ തുടക്കമിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഇവിടെ 5 പേർ പങ്കെടുക്കുന്നുണ്ട്, ഈ 5 പേരിൽ ഓരോരുത്തരും വിശേഷണം കൊടുത്തു അദ്ദേഹം. ഒരാൾ ഇസ്ലാമിക തീവ്രവാദിയാണ്, ഒരാൾ ഹിന്ദു തീവ്രവാദിയാണ്, ഒരാൾ കോൺഗ്രസ്സുകാരനാണ്, അങ്ങനെ ഓരോരുത്തർ വിശേഷിപ്പിച്ചു. അതിൽ NP ചെക്കുട്ടിയെ ഇസ്ലാമിക തീവ്രവാദിയാണെന്ന് വിളിച്ചതിനെ അവതാരക ആയിരുന്ന സ്മൃതി പരുത്തിക്കാട് ചോദ്യം ചെയ്തു. അങ്ങനെ വലിയ ബഹളമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശ്രീ NP ചെക്കുട്ടി അതിന് കൊടുത്ത മറുപടി, ഞാനൊരു ഹിന്ദു എന്നല്ല, ഞാനൊരു തീയൻ്റെയും തീയത്തിയുടെയും മകനായി ജനിച്ച ഒരാളാണ്, നിങ്ങളൊക്കെ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുമോ എന്നൊരു പരിഹാസത്തോട് കൂടിയിട്ട് മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആവർത്തിച്ച് പറഞ്ഞു, ആളുകൾ ഒരുപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ സണ്ണി M കവിക്കാട് അത് എടുത്തു പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞു. അപ്പോൾ ഒരു പത്രാധിപർക്കെതിരെ അദ്ദേഹം ദേശാഭിമാനിയിൽ, കൈരളിയിൽ, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, തേജസ്സിൽ, അങ്ങനെ പല സ്ഥാപനങ്ങളിലും പല റോളുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പത്രപ്രവർത്തനമായി പ്രവർത്തിച്ചിട്ടുണ്ട്, റിപ്പോർട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്, എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ന്യൂസ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ചീഫ് എഡിറ്ററായിട്ട് വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. പല റോളുകളിൽ പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ NP ചെക്കുട്ടി. മാത്രമല്ല പല രംഗങ്ങളിലും എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ്. മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കൊളോണിയൽ ഹിസ്റ്ററിയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു അറിയപ്പെടുന്ന ചരിത്രകാരനാണ് അദ്ദേഹം. അതെ, പഠിക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു അംബിക മറുവാക്കിലെ ഒരു ദീർഘമായൊരു ഇൻ്റർവ്യൂ തന്നെ അദ്ദേഹമായിട്ട് നടത്തിയിട്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തില്ല. അംബിക മറുവാക്കിൻ്റെ എഡിറ്റർ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പരാമർശം ഒരു മാധ്യമ പ്രവർത്തകനെതിരെ, ഒരു പത്രാധിപർക്കെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അതിന് അംബിക എങ്ങനെയാണ് കാണുന്നത്? ഇത് പറയുമ്പോൾ മറ്റൊന്നും കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് കേരള ഇൻസൈറ്റിൻ്റെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. സുദീർഘകാലം മാധ്യമപ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ പിന്നെ ഏറ്റവും നല്ലൊരു ഹിസ്റ്റോറിയൻ കൂടിയാണ്, ചരിത്ര ഗവേഷകനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, അദ്ദേഹം ഈഴവ സമുദായത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോപനാറി ഉണ്ടാവില്ല, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചു പോയ ഈ കണ്ണനെ കുറിച്ച് ഒരുപക്ഷെ മലയാളികൾ ആരും അറിയാത്ത അദ്ദേഹത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം. അതിലേറ്റവും ഇതായിട്ട് തോന്നുന്നൊരു കാര്യം അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. മറുപടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് കൈകൂപ്പിക്കൊണ്ട്, കാരണം ഒരു പക്ഷേ ഗോപൻ എന്നല്ല, കേരളത്തിലെ ഈ രീതിയിൽ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന LDFൻ്റെ ആൾക്കാർക്ക് അല്ലെങ്കിൽ CPMൻ്റെ ആൾക്കാർക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന, അതുപോലെ ഹിന്ദുത്വവാദികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഈ ആക്ഷേപത്തിനെതിരെ കീഴാള രാഷ്ട്രീയത്തിൻ്റെ ഒരു പക്ഷം നിന്നുകൊണ്ട് വളരെ ഇതായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഇതിന് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നിലവിലുള്ള ഒരു ഇക്വേഷനാണ്. കേരളത്തിലെ ഇപ്പോൾ നിലനിന്ന് പോകുന്ന ഒരു രാഷ്ട്രീയ സമവാക്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പുനർനിർവചിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലം ഉണ്ട് അതിനകത്ത്. നമുക്കറിയാം എല്ലാത്തിനും പിന്നിൽ, ബാബുരാജാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, നമുക്കറിയാം എല്ലാത്തിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു എല്ലാത്തിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഈ ഗോപൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം അതാണ്, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ഒരുപക്ഷെ ഒരു ചെറിയ വിഭാഗം വരുന്ന മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു ചെറിയ ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു കുറച്ച് മനുഷ്യരുള്ള ഒരു സംഘടന, അതിന് ഇത്രമാത്രം ഇവരെന്തിനും ഭയക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഹിന്ദുത്വവാദികളുടെയും അതോടൊപ്പം തന്നെ ഹിന്ദു സമുദായത്തിൻ്റെയും വോട്ട് ശേഖരിക്കുക, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ രീതിയിൽ. ഇത് ഞാൻ വിചാരിക്കുന്നില്ല, ഇത് ഗോപൻ എന്ന് പറയുന്ന ഒരു CPM പ്രതിനിധി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യം മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണില്ല. 2 കാര്യങ്ങളുണ്ട്.
ഒന്ന് CPM ഇന്ന് പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം എന്ത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണത്. 2 നിലയ്ക്ക്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അച്ചക്കുട്ടി സാറിനെതിരെ ഈ ഒരു രീതിയിൽ ഒരു പേര് പോലും അവർക്ക് പിന്നെ ഇതിനുപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പേരയിലൊരു വളരെ ആൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ 2 കാര്യം ഇതിലുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് പേര് അറിയാഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ്. NP ചെക്കുട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം പേരാണെന്ന് തോന്നിയതിന്റെ പുറത്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു ആഖ്യാനം നിലവിലുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം നമുക്കറിയില്ല ഗോപൻ എന്തുകൊണ്ടാണ് എന്നെ പറഞ്ഞതെന്നുള്ളത്. അല്ല, ഞാൻ പറയാൻ വന്നത് അതാണ്. 2 കാര്യങ്ങളുണ്ട് അതിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് ഈ പിന്നെ CPM മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. അവർ ഒന്ന് ചെക്കുട്ടി സാറിനെതിരായിട്ടുള്ള നിരന്തരം ഒരുപാട് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന CPMന്റെ ആക്രമണം അതിൻ്റെ പുറകിലുണ്ടെന്ന് തന്നെ വിചാരിക്കണം. CPM ഒരുപാട് കാലമായിട്ട് ചെക്കുട്ടി സാറിനെതിരെ ഈ രീതിയിലുള്ള പിന്നെ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല, ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗോപൻ, ഞാനതാണ് പറയാൻ തുടങ്ങിയത്, ഗോപൻ എന്ന് പറയുന്ന CPM പ്രതിനിധി വെറുതെ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള അവരുടെ സൈബർ വിങ്ങിൻ്റെ ബ്രിട്ടാസ് നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ നികേഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന സൈബർ വിങ്ങിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഈ രീതിയിലുള്ള ഒരു ആരോപണം ചെക്കുട്ടി സാറിനെ പോലത്തെ ഒരാൾക്ക് എതിരെ വരുന്നത്. ഇത് ചെക്കുട്ടി സാറിനെതിരെയല്ല, നമുക്കറിയാം. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ മറ്റേ ദാവൂദിൻ്റെ എതിരെ വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ആരോപണങ്ങൾ. അപ്പം ഈ രീതിയിൽ ഇന്നലെ മറ്റേ പറഞ്ഞത് കാളകൂടവിഷം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, മീഡിയ വണ്ണിനെ കാളകൂടവിഷം. അപ്പം ഈ രീതിയിലൊക്കെ അങ്ങേയറ്റത്തെ ഹിന്ദുത്വ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ തുടർച്ചയാണിത്. അവർ രാഷ്ട്രീയം, CPMന്റെ രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ വളരെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. CPM ഈ രീതിയിൽ ഇത്രയും തരം താഴ്മ എന്നൊന്നും നമ്മളൊരു കാലത്തും വിചാരിച്ചിട്ടില്ല. അവർ ബാക്കിയുള്ള അഴിമതികൾ, മറ്റ് ആരോപണങ്ങൾ എന്തും ചെയ്യാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണത്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ രീതിയിലേക്ക് അത് വംശീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിന്നെ അല്ലെങ്കിൽ അധികാരം നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു നിലയ്ക്ക് ഈ രീതിയിൽ തരം താഴ്ന്നു പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹിന്ദുത്വയുടെ ഒരു കാര്യം. ഇതിനെ വേറെ പെർസ്പെക്റ്റീവ് കൂടി കാണേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്. അപ്പോൾ ശ്രീ NP ചെക്കുട്ടിക്കെതിരെ ഉണ്ടാകുന്ന ഒന്നാമത്തെ, അദ്ദേഹത്തിന്റെ പേര് തെറ്റിദ്ധരിച്ചു, നമുക്കറിയില്ല അതെന്താണ്. രണ്ടാമത്തെ കാരണം, അദ്ദേഹം തേജസ് എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ പത്രാധിപരായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാരണം. അപ്പം എനിക്ക് വേണം ആ രീതി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ വേറൊരു ഘടകം കൂടി ഉണ്ട്. ഇനി ചെക്കുട്ടി സാറിന് പകരം അവിടെ ഇരിക്കുന്നത് ഒരു മുസ്ലിം തന്നെയായിരുന്നു എന്ന് വിചാരിക്കുക. അവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിം ആവാലോ, മുസ്ലിമാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്ന് അതിന്റെ ഒരു പ്രശ്നം അതിലുണ്ടല്ലോ. അപ്പൊ അതാണ് ഒരു ഘടകം. രണ്ടാമത്തെ ഞാൻ ഇടയിൽ കയറി പറയാം. പിന്നെ ചെക്കുട്ടി സാറുടെ പേരിന് നമ്മൾ പല ആൾക്കാരെയും വിളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ പലരും, ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ തേജസിന്റെ കാര്യം നമുക്ക് ഒഴിവാക്കിയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. തേജസിന്റെ കാര്യം പറയുമ്പോൾ അത് പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശത്തിനെതിരെ പിന്നെ പ്രതിഷേധിക്കുമ്പോഴും നമ്മുടെ ചർച്ച നമുക്ക് ഇങ്ങനെ ആരംഭിക്കുക. അതായത് NP ചെക്കുട്ടി എന്ന് പറയുന്ന ഒരു കീഴാളനായ ഒരു പത്രാധിപർ, അദ്ദേഹം തേജസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നത്തോട് എങ്ങനെയാണ് സമൂഹം പ്രതികരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അല്ലാതെ അത് മറച്ചു വെക്കുകയോ മറച്ചു വെച്ചിട്ട് രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പത്രപ്രവർത്തകരെ കുറിച്ചുള്ള ഇത്തരം ആഖ്യാനങ്ങൾ ഒന്ന് പരിശോധിക്കാം. നമ്മൾ കേട്ട ഏറ്റവും ആദ്യത്തെ ആഖ്യാനം എന്ന് പറയുന്നത് ഒരുപാട് മറ്റൊരു കീഴാള ബുദ്ധിജീവിയായിട്ടുള്ള PK ബാലകൃഷ്ണനെതിരെയാണ്. PK ബാലകൃഷ്ണനാണ് 80കളിൽ മാധ്യമത്തിന്റെ എഡിറ്ററായിട്ട് വരികയും മാധ്യമത്തിന്റെ എഡിറ്ററായിരിക്കുന്ന സമയത്താണ് ഒരു പ്രധാന ആഖ്യാനം, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഒരു മതസംഘടന ഒരു കീഴാളനെ, ഒരു ഹിന്ദുവിനെ വിലക്കെടുത്തിട്ട് അദ്ദേഹത്തെ ഒരു പത്രാധിപരാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ വളരെ സെക്കുലർ ആണെന്ന് കാണിക്കാൻ, ഈ സെക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ആഖ്യാനം കൊണ്ടുവരികയും PK ബാലകൃഷ്ണനെ ഇത് വരികയും ചെയ്തു. ഇത് നമുക്കറിയാം. മറ്റൊരു പക്ഷെ വേറൊരു തമാശയുണ്ട്. ഇത് ആ സമയത്താണ് ഭയങ്കര വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് 2000-ലൊക്കെ ഈ ചർച്ച വളരെ കുറേയും കൂടി അധികമായി. 2010 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു
ഒരു ലക്കം പുറത്തിറക്കി. ഈ ലക്കത്തിൽ അവർ പറഞ്ഞത് ഇന്റലക്ച്വൽ ജിഹാദ് എന്നൊരു പുതിയ വാക്ക് കണ്ടെത്തി. അത് ഹമീദ് ചാനമംഗലൂരിന്റെ ഏറ്റവും ലേഖനത്തിന് പത്രാധിപന്മാരായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. ഇന്റലക്ച്വൽ ജിഹാദ് എന്താ? ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ കീഴാളരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ പത്രങ്ങൾ വിലക്കെടുത്തിട്ട്, മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങൾ വിലക്കെടുത്തിട്ട് അവർ ഇരട്ട മുഖത്ത് ഉണ്ടാക്കാൻ വേണ്ടി, അവർക്കൊരു ശരിക്കും അവർക്കൊരു മുഖമുണ്ട്, മറ്റൊരു മുഖമുണ്ട്. ആ മറ്റൊരു മുഖം അവർ മറച്ചു വയ്ക്കും. എന്നിട്ട് ഈ ഹിന്ദുക്കളായ കുറേ ആളുകൾ, സെക്കുലറായ ആളുകളുടെ മുഖം വെച്ചുകൊണ്ട് അവർ ഒരു കപട മുഖം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് ആഖ്യാനം. അതാണ് അന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പ് കമൽറാം സജീവിനെ പോലെയുള്ള ഇടയിൽ ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയാണ്. കമൽറാം സജീവിനെ എതിരെ ഡിവൈഫൈയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ദീപക് പച്ച വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് പേര് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇതേ കമൽറാം സജീവാണ് 2010 ഈ കേരളത്തിലെ ബുദ്ധിജീവികളെ മുഴുവൻ മാധ്യമം വിലക്കെടുത്തിട്ട് ഇന്റലക്ച്വൽ ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എഴുതിയത്. അത് ചരിത്രത്തിന് കാവ്യനീതി എന്ന് വേറെ ഒരു കാര്യമുണ്ട്. ഒരു പത്രാധിപർക്കെതിരെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറയാണ്ടിരിക്കുന്ന വൃത്തിയില്ല. അതേ പത്രാധിപർക്കെതിരെ ഇന്ന് അദ്ദേഹം നടത്തുന്നത് ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. ആ മാധ്യമ സ്ഥാപനത്തിന് പിന്നിലും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി കമൽറാം സജീവിനെ വിലക്കെടുത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം, പച്ചർത്ഥം. ഞാൻ മറന്നു പോകാൻ പറഞ്ഞത്, കാരണം ഇത് വിട്ടുപോകാൻ പാടില്ല. കഴിഞ്ഞില്ല, ഞാനതൊന്നും പറഞ്ഞോട്ടെ, ഇതൊന്ന് തീർത്തോട്ടെ. ഇത് PK ബാലകൃഷ്ണനെതിരെയാണ് ആദ്യം വരുന്നത്. ഈ സമയത്ത് അതിനുശേഷം നാം ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ആദ്യത്തെ ഒരു PK ബാലകൃഷ്ണൻ ആദ്യത്തെ പത്രാധിപരല്ല. ഇതിനു മുന്നേ മറ്റൊരു പത്രാധിപർ മുസ്ലിം മാനേജ്മെന്റ് പത്രത്തിൽ വന്നിട്ടുണ്ട്. ആരാ? വക്കം മൗലവിയുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ ആരായിരുന്നു പത്രാധിപര്? സ്വദേശാഭിമാനിയാണ്. എന്തുകൊണ്ടാണ് സ്വദേശാഭിമാനിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കാത്തത്? സ്വദേശാഭിമാനി ഒരു നായരായത്, ഒരു സവർണനായതുകൊണ്ടാണോ? പിള്ളയായതുകൊണ്ടാണോ ഈ ആരോപണം ഉന്നയിക്കാത്തത്? ഇനി നമ്മൾ പരിശോധിച്ച് നോക്കുക, ഈ പറയുന്ന സ്വദേശാഭിമാനി കഴിഞ്ഞാൽ പിന്നീട് സുകുമാർ അഴീക്കോട് വർത്തമാനം പത്രത്തിൽ ഒരു എഡിറ്ററായിരുന്നു. അതിലൊരു തമാശയുണ്ട്. വർത്തമാനം പത്രം വിലക്കെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു, സുകുമാർ അഴീക്കോട് വിലക്കെടുത്ത് പറഞ്ഞിരുന്നില്ല. കാരണം സുകുമാർ അഴീക്കോടിന് കീഴാളനായിരിക്കുമ്പോൾ തന്നെ തത്വമസിയൊക്കെ എഴുതിയിട്ട് ഒരു സവർണ മുഖം അദ്ദേഹം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ മറ്റു കീഴാളർക്കില്ലാത്തൊരു പ്രാധാന്യം സുകുമാർ അഴീക്കോട് ലഭിച്ചതുകൊണ്ടായിരിക്കാം ഈ ആരോപണം വർത്തമാനത്തിൽ ഒതുക്കി. പക്ഷേ സുകുമാർ അഴീക്കോടിന് ബാധകമാക്കിയില്ല. ഇനി വേറെ കുറെ ആൾക്കാരുണ്ട്. C രാധാകൃഷ്ണൻ. ആരായിരുന്നു C രാധാകൃഷ്ണൻ? ഒരു നായരാണ്. ഞാൻ അതാ പറയാൻ തുടങ്ങിയത്. C രാധാകൃഷ്ണൻ, അതുപോലെ മുകുന്ദൻ സി മേനോൻ, ഇങ്ങനെയുള്ള മനുഷ്യർ. ഇപ്പൊ മുകുന്ദൻ സി മേനോൻ നമുക്കറിയാം തേജസ്സുമായിട്ട്. അല്ല, മുകുന്ദൻ സി മേനോനെ വിലക്കെടുത്തുള്ള ആരോടും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അവർക്ക് വന്നിട്ടുണ്ട്. C രാധാകൃഷ്ണൻ ഇതിന്റെ പത്രത്തിലായിരുന്നു. C രാധാകൃഷ്ണൻ ഈ ആരോപണം ഉണ്ടായിട്ടില്ല. മാധ്യമം ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായിരുന്നു. അത് മാധ്യമത്തിനെതിരെ ആരോപണം ഉണ്ടാവും. PK ബാലകൃഷ്ണനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ടേ. ആളുകൾ എഴുതിയിട്ടുണ്ട് PK ബാലകൃഷ്ണനെതിരെ. അവസാനം വർഗീയവാദത്തെ കുറിച്ച് അതിനെ ഇത് ചെയ്തു. ഞാനൊരു വർഗീയവാദി എന്നത് പറഞ്ഞുകൊണ്ട് PK ബാലകൃഷ്ണൻ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോ C രാധാകൃഷ്ണൻ മാധ്യമത്തിന്റെ പത്രാധിപരായിരുന്നു. മാധ്യമ ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായിരുന്നു. ഇതുവരെ C രാധാകൃഷ്ണൻ ഒരു പ്രശ്നമില്ല, മാധ്യമത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. മറ്റൊരാൾ KP രാമൻ തന്നെയാണ്. KP രാമൻ മാധ്യമത്തിന്റെ പത്രാധിപരായിരുന്നു, മാധ്യമ ആഴ്ചപ്പതിപ്പിന്റെ. അപ്പോൾ ഇവർക്കൊന്നും ഈ ആരോപണമില്ല. മാധ്യമം വിലക്കെടുക്കുന്നു. PK ബാലകൃഷ്ണനെതിരെ ആരോപണം വരുന്നു. ഈ KP രാമനുണ്ണിക്കെതിരെ ആരോപണമില്ല, മാധ്യമത്തിനെതിരെ ആരോപണമുണ്ട്. C രാധാകൃഷ്ണനെതിരെ ആരോപണമുണ്ട്, ആരോപണമില്ല, മാധ്യമത്തിനെതിരെ ആരോപണമുണ്ട്. ഇവിടെ NP ചെക്കുട്ടിക്കും ആരോപണമുണ്ട്, തേജസ്സിനും ആരോപണമുണ്ട്. എന്താ അങ്ങനെ? ഒന്നുകിൽ വിലക്കെടുക്കുമ്പോൾ കാശ് വാങ്ങിച്ച് ഈ ജോലി ചെയ്യുന്ന ആൾക്കെതിരെയും വരണം, ആ കാശ് വാങ്ങിക്കുക പത്രത്തിനും വരണ്ടേ? അതെങ്ങനെ ഇത്ര സെലക്റ്റീവ് ആവുന്നത്? വക്കം മൗലവിക്കെതിരെ ആരോപണമില്ല, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്കെതിരെ ആരോപണമില്ല. അവരൊക്കെ സെക്കുലർ ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമോഫോബിക്കുള്ള ആക്രമണത്തിന്റെ ഭാഗമാണിത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 2024 TS ശ്യാംകുമാർ രാമായണ സ്വരങ്ങൾ എന്ന് പറയുന്ന ഒരു ലേഖന പരമ്പര മാധ്യമത്തിൽ എഴുതി. ഈ സമയത്ത് ഭയങ്കര ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. ആ ആക്രമണം നടന്ന സമയത്ത് TS ശ്യാംകുമാറിനെ ആളുകൾ ഉപദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് മാധ്യമത്തിൽ പോയി എഴുതുന്നത്? നിങ്ങൾക്ക് അപ്പൊ മാധ്യമത്തിൽ ഇത് എഴുതാൻ പാടില്ല. കുറെ ആളുകൾ TS ശ്യാംകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചു, മാധ്യമത്തിൽ പിന്തുണയില്ല. അല്ല അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ പത്രങ്ങൾ നടത്തുന്നത് രാജ്യദ്രോഹമാണെന്നും അത് മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമാണെന്നും ഇനി അതിൽ ഉൾപ്പെടുന്ന കീഴാളരായിട്ടുള്ളതാണെങ്കിൽ അവരൊക്കെ ആൾക്കാർ വിലക്കെടുക്കുന്നതാണെന്നും. ഇത് കീഴാളർക്ക് സ്വന്തമായ ബുദ്ധി ഇല്ലേ? നായന്മാർക്കും നമ്പൂരിമാർക്കും മാത്രമാണ് നാട്ടിൽ, സവർണർക്ക് മാത്രമാണ് സ്വന്തമായ ബുദ്ധി ഉള്ളത്. ബാക്കി കീഴാള പത്രാധിപന്മാർക്കൊന്നും ബുദ്ധിയില്ലേ?
അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഈ മുസ്ലിം മാനേജ്മെന്റ് മാധ്യമങ്ങൾക്കെതിരെ ഇവിടെയുള്ള സവർണ മാധ്യമങ്ങൾ ആഞ്ഞടിക്കുകയാണ്. നമുക്കറിയാം മാതൃഭൂമിയുടെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് മാതൃഭൂമി തുടങ്ങുന്ന സമയത്ത് മാതൃഭൂമി ഒരു ദേശീയവാദ പത്രമായിട്ടാണ് തുടങ്ങിയത്. ഇത് സഹിക്കവയ്യാതെയാണ് അവസാനം അൽ-അമീൻ തുടങ്ങാനായിട്ട് അബ്ദുൾ റഹ്മാൻ സാഹിബ് നിർബന്ധിതരായത്. ഈ അൽ-അമീനെതിരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായിരുന്ന ആ സമയത്ത് വാഗ്ബേഡ് ആനന്ദൻ വലിയ വർഗീയ ആരോപണം, ഞാൻ വർഗീയ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, വർഗീയ ആരോപണം അല്ലെങ്കിൽ വംശീയ ആരോപണം നമുക്ക് തന്നെ പറയാം, ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഈ അബ്ദുൾ റഹ്മാൻ സാഹിബിനെതിരെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ്, ഈ പത്രാധിപന്മാരെ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ആക്രമിക്കുക, ഇതാണ് കാണുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് നമ്മളുടെ മീഡിയ വണ്ടി എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ. മീഡിയ വെണ്ടിന്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം സവർണ സമുദായ അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മീഡിയ വൺ പ്രശ്നത്തിലായ സമയത്ത് മീഡിയ വണ്ടി എഡിറ്ററോട് പ്രമോദ് രാമനോട് ആളുകൾ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വെറുതെ ഇതുപോലൊരു പത്രത്തിൽ നിൽക്കുന്ന, ഒരു മാധ്യമത്തിൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേഗം രാജിവെച്ച് വേറെ സ്ഥലത്തേക്ക് പോയിക്കൂടെ? ആ കാര്യത്തിൽ ഞാൻ പ്രമോദ് രാമനെ വളരെയേറെ ബഹുമാനിക്കും. കാരണം പല ആളുകളും ചെയ്യാത്തൊരു കാര്യം അത് നേരിട്ടുമ്പോൾ ഒളിച്ചിരുന്നു. പല മുസ്ലിം മാനേജ്മെന്റ് മാധ്യമങ്ങളിലെ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ, സ്വന്തം പത്രത്തിനെതിരെ ആക്രമണം നടന്നാലും അവർ മിണ്ടാതിരിക്കും, അവര് ഇതൊക്കെ ആസ്വദിക്കുക ചെയ്യും, കമ്മ്യൂണിറ്റിയിലുള്ളവർ വരെ വളരെയേറെ ആസ്വദിക്കുക. അതായത് മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി അവരുടെ പത്രങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ വളരെ രസകരമായി വീക്ഷിക്കുക എന്നുള്ളത്. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ഇരട്ടത്താപ്പായിട്ട് ഞാൻ അതിനെ എപ്പോഴും മനസ്സിലാക്കുന്നത്. അത് ഞാൻ പൊതുവെ കണ്ടിട്ടുണ്ട്. പ്രമോദ് രാമൻ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം അത് പറഞ്ഞു. അതായത് നേരത്തെ അമ്പിയ തുടക്കത്തിൽ സൂചിപ്പിച്ച കാളകൂട വിഷാണെന്ന് പറഞ്ഞാൽ പറയാറുണ്ട്, അതിലേക്ക് അദ്ദേഹം പ്രതിരോധിച്ചു. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിൽ മുസ്ലിം മാനേജ്മെന്റ് മാധ്യമങ്ങളെയും അതിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരെയും ആക്ഷേപിക്കുന്ന രീതി കേരളത്തിൽ വളരെ സജീവമാണ്. അത് തന്നെയാണ് ശ്രീ NP ചോക്കുട്ടിക്കെതിരെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് വെച്ചാൽ ഇത്തരം ആരോപണങ്ങൾ മുമ്പൊക്കെ ഉന്നയിച്ചിരുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ ഹിന്ദുത്വവാദികളായിരുന്നു, അല്ലെങ്കിൽ RSSകാരായിരുന്നു, അല്ലെങ്കിൽ BJP അത്തരം ആൾക്കാരൊക്കെ ആയിരുന്നു. പിന്നെ സ്വയം സെക്കുലർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഇതിനെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാലത്തും CPM-നെ പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ ഇത്രയും തരം താഴ്ന്ന ഒരു നിലയിലേക്കുള്ള ഒരു വംശീയ വിദ്വേഷ പ്രചാരക സംഘമായിട്ട് CPM മാറുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ പടച്ചു വിടുന്ന, അല്ലെങ്കിൽ അവരുടെ ക്യാപ്സൂൾ പിന്നെ സ്കൂളിൽ നിന്ന് ആണല്ലോ ഈ പിന്നെ ഗോപൻ ചാനൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവും. ഗോപന്റെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, അത് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി എത്തി നിൽക്കുന്നത്. ഏറ്റവും തേജസ് പത്രത്തിൽ ജോലി ചെയ്താൽ ഞാൻ ചോദിക്കുന്ന ഒരു മുസ്ലിങ്ങൾക്ക് മാധ്യമ സ്ഥാപനം നടത്താൻ പാടില്ലേ? മുസ്ലിങ്ങൾ മാധ്യമ സ്ഥാപനം നടത്തി കഴിഞ്ഞാൽ അതിൽ കീഴാളരായിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്യാൻ പാടില്ലേ? ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സവർണർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ? ഈ സവർണരെ ആരും വിലക്കെടുക്കാറില്ലേ? അല്ല, എനിക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, സവർണർ ഇപ്പൊ ബിഗ് TV എന്ന് പറഞ്ഞൊരു TV വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തില്ലാത്ത ലോകത്തില്ലാത്ത പൈസ കൊടുത്തിട്ടാണ് മാധ്യമപ്രവർത്തകർ കൊണ്ടുപോകുന്നത്. വിലക്കെടുക്കാന്ന് ആരും പറഞ്ഞു കേൾക്കുന്നില്ല, വിലക്കെടുക്കാന്ന് ആരും പറയുന്ന കേൾക്കുന്നില്ല. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മുസ്ലിം ജനതയ്ക്ക് റിസർവ് ചെയ്തിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പം മാധ്യമരംഗത്തെ കീഴാളർക്കെതിരെ നടക്കുന്ന അതിന് നമ്മളങ്ങനെ തന്നെയാണ്. ഇത് മുസ്ലിം മാനേജ്മെന്റുകൾക്കെതിരെയും മുസ്ലിം പത്രങ്ങൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും നടക്കുന്ന ഒരു ആക്രമണത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന കീഴാളർക്കെതിരെയുള്ള ഒരു ആക്രമണം കൂടിയാണ്. പ്രമോദ് രാമനെതിരെ അധികം കീഴാളനല്ല, ഞാൻ മനസ്സിലാക്കുന്ന സവർണനാണ്. പക്ഷെ അദ്ദേഹം ഈ കീഴാളർക്കൊപ്പവും അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കൊപ്പവും സത്യസന്ധമായി നിലനിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ ആക്രമണം നടന്നു. അത് നിരന്തരം ആക്രമണം നടന്നുകൊണ്ടിരിക്കും. അല്ല, ഇത് പറയുമ്പോൾ എന്താണെന്ന് അറിയാം, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ചെക്കുട്ടി സാറ് തേജസിൻ്റെ എഡിറ്ററായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഗോപൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തുടങ്ങുന്നത് ദേശാഭിമാനി തുടങ്ങുന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരുപാട് കാലം ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് കൈരളി ചാനൽ, ശരിക്കും പറഞ്ഞാൽ കൈരളി ചാനൽ കെട്ടിപ്പടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്, അതിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്.
അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മാധ്യമത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി പിന്നെ പത്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കേരള ഇൻസൈറ്റ് പോലത്തെ ഒരു പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററായിട്ട് വളരെ ഒരു ചെറിയ സംവിധാനം. അതെ. പക്ഷേ എന്നാൽ പോലും അവിടെ ചെറിയ സംവിധാനമെങ്കിലും കൃത്യമായിട്ട് രാഷ്ട്രീയം പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു കേരളം ഇന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് പിന്നെ മുന്നോട്ട് വെക്കാൻ ഈ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരാളെ എങ്ങനെയാണ് ഇത്രയും നീണ്ട ഒരു പത്രപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് തേജസിൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ തേജസ്സിൽ മാത്രം അദ്ദേഹം ചെയ്ത ജോലി അല്ലെങ്കിൽ ആ ഒരു കാലം മാത്രം സ്മരിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അടുത്തത് സി ദാവൂദിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളാണ്. സി ദാവൂദ് മീഡിയ വണ്ണിൻ്റെ മാനേജിങ് എഡിറ്ററാണ്. അദ്ദേഹത്തിനെതിരെ വലിയ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 അത് 25 എൻ്റെ ഓർമ്മ, വണ്ടൂർ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടുമെന്ന് ഇവർ പ്രഖ്യാപിച്ചു. പ്രകടനം നടത്തി, കൈ വെട്ടുന്നു. ഒരു പത്രാധിപരുടെ കൈ വെട്ടുമെന്ന് പ്രകടനം നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് CPM ആയിരിക്കും. അല്ല, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്, ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ വക്താക്കളാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, എന്ത് പറഞ്ഞാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. അത് വലിയ പുണ്യമായൊരു കാര്യമായിട്ട് പറയുന്ന ആൾക്കാർ. ഇവരാണ് ഈ വണ്ടൂർ അങ്ങാടിയിൽ ഒരു പത്രാധിപരെ കൈവെട്ടുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തിയത്, പ്രകടനം നടത്തിയത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വിദ്വേഷ മുദ്രാവാക്യങ്ങളെ കൊണ്ട് അറപ്പുളവാക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു. എന്താണ് സി ദാവൂദിൻ്റെ പ്രശ്നം? ഇരുട്ടുമുറിയിൽ ഇരുന്നു കൊണ്ട് എന്നൊക്കെ എന്താണ് അവരൊക്കെ പ്രശ്നങ്ങൾ? അവരവരുടെ കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് ബാക്കി ആളുകൾക്ക് പറയാനായിട്ട് ലോജിക്കുകൾ ഉണ്ടെങ്കിൽ, യുക്തി ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയണം. അതിന് വിയോജിപ്പുണ്ടെങ്കിൽ മറുപടി പറയണം. സംവാദമാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്, അല്ലാതെ അവർ പറഞ്ഞ വസ്തുതകൾ തെറ്റുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം. അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വസ്തുതകൾക്ക് മറുപടി പറയുകയോ അതിന് രേഖകളില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് തോന്നിയ പോലെ കാളകൂട വിഷമാണെന്നും തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാനും ചെയ്യും. CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇപ്പൊ ഇന്നലെ ആ വളരെ മോശമായിട്ടുള്ളൊരു പദപ്രയോഗം നടത്തുന്നത്. നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഇത്രേ പറയാനുള്ളൂ. മുസ്ലിങ്ങൾക്ക് സ്വന്തമായി പത്രങ്ങൾ നടത്താനും മുസ്ലിങ്ങൾക്ക് ഏത് മാധ്യമങ്ങളിൽ ജോലി ചെയ്യാനും ഇനി മുസ്ലിങ്ങളുടെ മാനേജ്മെൻറ്റിലുള്ള മാധ്യമങ്ങളിൽ സവർണരെ പോലുള്ള കീഴാളർക്ക് ജോലി ചെയ്യാനും, അത് അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കീഴാളരായിട്ടുള്ള ആളുകളുടെ സ്വന്തം അഭിപ്രായമാണെന്നും അത് അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്നും അംഗീകരിക്കാൻ സവർണർ തയ്യാറാവണം. സവർണർക്ക് ചെയ്യാവുന്ന ഏകൊരു കാര്യം ഇത് അംഗീകരിക്കുക എന്നുള്ളതാണ് എന്ന് മാത്രമേ നമുക്കതിൽ പറയാനുള്ളൂ.